ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്, നവര മീൻ ഫ്രൈ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മീനിലിടാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം ഞാൻ കുറച്ച് പെപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, കുരുമുളക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം മാത്രം മതി, അതിലുള്ള വേറെ മസാലകളൊന്നും വേണ്ട. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ ഒരു പകുതി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാത്തിനും നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ ഒരു അല്പം എണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയെല്ലാം ചേർത്ത് നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കാം. വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകിയെടുത്തു. ഈ തല വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് തല ഇല്ലാതെ ഇതുപോലെ എടുക്കാം. അതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് വരഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പെപ്പറും, അത് പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഈ നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കാം. കുരു
മാറ്റണം. ഇനി ഈ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ട്, വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മീനിൽ തന്നെ ഉള്ള ഒരു നനവ് മതി. ബാക്കി നമ്മൾ കുറച്ച് ഓയിലും നാരങ്ങ നീരും ചേർത്ത് കൊടുത്തല്ലോ, അതിൻ്റെ മാത്രം ഒരു ഈർപ്പം ഉണ്ട്, അത് മതിയാകും. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം. അതല്ല നിങ്ങൾ ഉടനെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ എടുത്ത് കുറച്ച് മുൻപ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഐസിൻ്റെ അതൊന്ന് മാറുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ ചെയ്ത് റെഡിയാക്കി നമുക്ക് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളപ്പോൾ എടുത്ത് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മറ്റേ സൈഡ് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡിയായി. നന്നായിട്ട് പാകമാകുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും, ടപ്പ് ടപ്പ് എന്നൊരു ശബ്ദം. അത് ഈ പൊട്ടുന്ന ഒരു സൗണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.